2024 വെച്ച് ക്യാപ്കട്ടിനെ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള VPN ഏതൊക്കെയാണെന്നും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം ഇന്റർനെറ്റ് ഇറർ എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ എങ്ങനെ സോൾവ് ആക്കാം എന്നത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ പറയും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു VPN റെക്കമെൻഡ് ചെയ്യും. അതിന് ചില കാര്യങ്ങളുണ്ട്, ആ വീഡിയോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആണോ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്യാപ്കട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ടോപ്പിലായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള VPN ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. ഇത് ഒരു ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ PC നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ PC എന്ന് പറയും. ഓക്കെ, PC ആയിട്ട് പറയാം, പക്ഷേ ലാപ്ടോപ്പാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പോയതിനു ശേഷം ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോയാൽ നമുക്ക് ഇവിടെ കാണാം ഇന്റർനെറ്റ് എറർ എന്ന് പറഞ്ഞൊരു പ്രശ്നം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും അതിൻ്റെ വർക്കിംഗ് അങ്ങനെ തന്നെയാണ്, സ്റ്റക്കായിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കൂല. അപ്പോൾ ഇനി ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ആപ്പാണ്. ഓക്കെ, ചൈനീസ് ആപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഇത് ഇന്ത്യയിൽ ഒരു ഡാറ്റകളെല്ലാം ചോർത്തുന്നുണ്ട് എന്താണ് ഇതിൻ്റെ വരുന്നത്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു റിവ്യൂ അല്ല, അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ ആക്ട് പ്രകാരമായിട്ട് ഇന്ത്യയിൽ ബാൻ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പിന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതിന് നമുക്ക് ചെറിയ ഫീച്ചർ നമുക്ക് ഇതിൽ ചേർക്കേണ്ടി വരും. അതിന് പറയുന്നതാണ് VPN എന്ന് പറയുന്നത്. ഓക്കെ, VPN എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാനായിട്ടുള്ള വെബ്സൈറ്റുകൾ, ബാനായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ, ബാനായിട്ടുള്ള സോഫ്റ്റ്വെയർ എല്ലാം ആക്സസ് എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കി തുറന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ VPN ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു VPN അത്യാവശ്യമാണ്. അപ്പോൾ ആ VPN ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത്. നോഡ് VPN എന്ന് പറഞ്ഞ VPN ആണ്. അതിനുശേഷം ഇവിടെ സർഫസ് ഷാർക്ക് എന്ന് പറഞ്ഞൊരു VPN ആണ്. പിന്നീട് വരുന്നത് എക്സ്പ്രസ് VPN എന്നൊരു VPN ആണ്. ഓക്കെ, ഈ VPN എല്ലാം ഓരോ VPNും അതിൻ്റെതായ ഫീച്ചറുകളെല്ലാം നൽകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെൻറ്റ്, അതായത് നമ്മൾ പ്രൈസിങ്, അതായത് മാസം അല്ലെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഉണ്ടാവില്ല, മാസം തന്നെ ആയിരിക്കും. മാസം നമ്മൾ അടക്കേണ്ട പേയ്മെൻ്റ് ആണ്. ഈ പേയ്മെൻറ്റ് പൈസ കൊടുത്താലേ നമുക്ക് ഈ VPNകളെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പ്രീമിയം ആയിട്ടുള്ള, അതായത് നല്ല VPN ആണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ പൈസ അടക്കുന്നത്. കാരണം ഇത് അടച്ചാലേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ 5 മിനിറ്റ്, അതിലപ്പുറം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പൈസ അതിനുശേഷം നിങ്ങൾക്ക് പേയ്മെൻ്റ് ആണല്ലോ കാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ പ്ലാനിനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ കാണാം. അപ്പോൾ എന്ന സ്ഥിതിക്ക് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. നമ്മളാരും ക്യാപ്കട്ട് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളാരും പൈസ കൊടുത്ത് എന്തായാലും VPN ഉപയോഗിക്കില്ല. കാരണം നമുക്ക് പൈസ ഉപയോഗിച്ച് അങ്ങനെ നമ്മൾ ചെയ്യില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ചെയ്യുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചെയ്യുന്നവർ കമ്മിയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതാണ് ടോപ്പിലായിട്ടുള്ള ഏറ്റവും നല്ല VPN എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന VPN ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ VPN ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം, പൈസ കൊടുക്കണം. നമുക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി പൈസ കൊടുക്കണമെങ്കിൽ നമ്മളങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന VPN ഏതൊക്കെയാണെന്നും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണ VPN ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക, പ്രോട്ടോൺ VPN എന്ന് പറഞ്ഞ ഒരു VPN ഉണ്ട്. ഓക്കെ, പ്രോട്ടോൺ VPN എന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്രോട്ടോൺ VPN. ഈ VPN എന്ന് പറയുമ്പോൾ സെക്യൂറും ഫാസ്റ്റ് ആയിട്ടുള്ളതും 110 കൺട്രീസിലും ഇതിൽ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഡൗൺലോഡ് വിൻഡോസ്, ഇവിടെ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഇവിടെ ഓപ്ഷൻ വരും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പോയതിന് ശേഷം നമ്മൾ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും. അതിന് ശേഷം ഇവിടെ നമുക്ക് വിൻഡോസിലാണെങ്കിൽ വിൻഡോസ്, മാക്കിലാണെങ്കിൽ മാക്ക്, അതുപോലെ തന്നെ ഐപാഡ് എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടാണെങ്കിൽ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ PC-യിലും അതുപോലെ തന്നെ ഫോണിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആപ്പാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്ലോസ് ആക്കാണ്, അതിനെച്ചാൽ ഒന്ന് മിനിമൈസ് ചെയ്യുക. ഇതിന് ശേഷം ഇവിടെ ഞാൻ പ്രോട്ടോൺ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അവിടെ കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിലൊരു ചിഹ്നം വന്നു, ഇവിടെ ക്വിക്ക് കണക്ട്, ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ,
കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം, ജസ്റ്റ് ഒന്ന് ടൈം എടുക്കും, കുറച്ച് ടൈം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണക്റ്റ് ആവും. നിങ്ങൾക്ക് ഇവിടെ കാണാം നെതർലാൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. നെതർലാൻഡിലേക്ക് ഇത് കയറിയിട്ടുണ്ട്, അതായത് ഇതിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ക്യാപ്കട്ട് ഓപ്പൺ ആക്കി. ഓക്കെ, അതിനുശേഷം ആ വീഡിയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ഫയൽ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ എഫക്റ്റിൽ പോയിട്ടോ. എഫക്റ്റിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും പഴയ പോലെ തന്നെ ആയിരിക്കും കാണാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആക്കാം. അതിനുശേഷം ഇതും ഒന്നുകൂടി ക്ലോസ് ആക്കി വിടാം. ഓക്കെ, അതിനുശേഷം ഒന്നുകൂടി ഇത് ഓപ്പൺ ആക്കി വിടാം. ക്യാപ്കട്ട് ഒന്നുകൂടി ഓപ്പൺ ആക്കാം. ഓക്കെ, കാണിച്ചാൽ ഇപ്പോൾ ശരിയാവും. ഓക്കെ, ഈ ക്യാപ്കട്ട് നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്തത് വീണ്ടും രണ്ടാമത്തും ഒന്നുകൂടി റീഫ്രഷ് ആക്കിയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ ശേഷം ഞാൻ പോയതിന് ശേഷം ഇവിടെ എഫക്റ്റിൻ്റെ ഓപ്ഷനിൽ പോയി നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ ലോഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. കണ്ടോ ലോഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ. ഇവിടെ എഫക്റ്റ് നേരത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ട്രാൻസിഷൻ്റെ പോയി ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ഇറർ എന്ന് പറഞ്ഞ പ്രശ്നം നമുക്ക് ഇവിടെ കാണാൻ പറ്റണില്ല. കണ്ടോ, ഇവിടെ നെറ്റ്വർക്ക് എറർ എന്ന് പറഞ്ഞ പ്രശ്നം തന്നെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു VPN എന്ന് പറയുന്നത് ഈ ഒരു VPN ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഫ്രീ ആയിട്ടുള്ളൊരു VPN ആണ്. പേയ്മെൻറ്റോ പൈസ നൽകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.